എല്ലാവരും സന്തോഷമാണോ? നമുക്കിവിടെ പ്രകൃതി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? മഴയുണ്ടോ? മഴ കുറവായിരുന്നോ? ഞങ്ങൾക്ക് നല്ല മഴയായിരുന്നു കേരളത്തിൽ. പ്രകൃതിയിലെ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനാണ്. എത്ര പേർക്ക് കർത്താവ് വരാറായി എന്നുള്ള ആകുലത എത്ര പേർക്കുണ്ട്? എൻ്റെ ദൈവം വരാറായി, എൻ്റെ യേശു വീണ്ടും വരും, നമ്മളെ കൊണ്ടുപോകുമോ? എത്ര പേര് കർത്താവ് വാനമേഘങ്ങളിൽ വരുമ്പോൾ അവനോട് കൂടെ പോകാമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട് ഇവിടെ? വിശ്വാസമുള്ളവർ ഒരുപാട് പേരുണ്ട്, ഉറപ്പുള്ളവരുണ്ട്. ഈ ഉറപ്പില്ലാത്തവരുടെ പ്രശ്നം വരുന്നില്ല. എൻ്റെ കയ്യിലിരിപ്പ് അനുസരിച്ച് കൊണ്ടുപോകുമോ? എൻ്റെ സ്വഭാവം അനുസരിച്ച് പോകാൻ പറ്റുമോ? അല്ലേ വെറുതെ എൻ്റെ പഴയ ലൈഫ് വെച്ചിട്ട് എനിക്ക് ഉറപ്പായിട്ടും പറയാം, ആ ഏരിയയിലേക്ക് ഒരു മിസ് കോള് പോലും വരില്ല. കർത്താവിൻ്റെ വിളിയായിട്ട് ഒരു ചെറിയൊരു മിസ് കോള് പോലും പറയാൻ ചാൻസ് ഇല്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ കാരുണ്യം അനുസരിച്ച്, കാൽവരിയിൽ അവൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ കൃപയനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും, അവൻ നമ്മളെ വീണ്ടെടുക്കും. അത് എൻ്റെ യോഗ്യതയല്ല, നമ്മുടെ ആരുടെ യോഗ്യതയല്ല. നമ്മുടെ ഓരോരുത്തരുടെയും യോഗ്യത വെച്ച് അളക്കാൻ നിന്ന സീറോ ആണ്. തീർന്നു, പരിപാടി തീർന്നു. പുസ്തകം മടക്കി കർത്താവിൻ്റെ വഴിക്കും നമ്മൾ വിടും. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും. ഇവിടെ സുവിശേഷത്തിലെ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം, നിങ്ങൾ കന്നഡയിലുള്ള ബൈബിളാണെങ്കിൽ അതെടുത്തോ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എടുത്തോ. വായിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് മലയാളം അറിയത്തുള്ളൂ. നമുക്ക് ആ 25-ാം അധ്യായം ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് ചിന്തിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന്. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. അപ്പോൾ 10 കന്യകമാരെ കുറിച്ച് പറയുക. ആരായിരിക്കും ഈ കന്യകമാർ? 10 പേര്. 10 കന്യകമാരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കന്യകയല്ലല്ലോ, ഞാൻ കന്യകനാണ്. ഉടായിപ്പായിരുന്നു അല്ല. ഇന്ന് നമ്മളിപ്പോൾ കന്യക എന്ന് പറയുമ്പോൾ എന്തോ ഒരു നിഷ്കളങ്കയായ ഒരു സ്ത്രീയെ കുറിച്ചല്ലേ നമുക്ക് പെട്ടെന്ന് ചിന്ത വരുന്നത്, അല്ലേ? ബൈബിളിൻ്റെ ആശയത്തിൽ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, കന്യക എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെ കുറിച്ചായിരിക്കും? മണവാളനെ എതിരേൽക്കാനാണ് അവർ നിൽക്കുന്നത്. ആരാ മണവാളൻ? ആരാ? ക്രിസ്തുവാണ്. അതിനകത്ത് ആർക്കും ഒരു സംശയമില്ലല്ലോ, മണവാളൻ ക്രിസ്തുവാണ്. അപ്പൊ മണവാളനെ എതിരേൽക്കാൻ നിൽക്കുന്നത് ആരാണ്? കന്യകമാരാണ്. അപ്പൊ നമ്മളാണോ കന്യക? യെസ്, ഓക്കെ. അപ്പൊ മണവാട്ടി ആരാ? മണവാളൻ ക്രിസ്തു. മണവാട്ടി ആരാണ്? നമ്മളുടെ സമൂഹം, നമ്മൾ ഓരോരുത്തരും മണവാട്ടിയാണ്. അപ്പൊ കന്യകാരാണ്. അതായത് 3 കാറ്റഗറി. ഒന്ന് മണവാളനെ നമ്മൾ ക്രിസ്തുവായി മനസ്സിലാക്കുന്നു. മണവാട്ടി അത് സഭയാണ്, വിശ്വാസിയാണ്. നമ്മൾ ഓരോരുത്തരും ആ സഭയുടെ വിശ്വാസ സമൂഹത്തിന്റെ അംഗങ്ങളാണ്. ക്രിസ്തുവിനെ വിശ്വസിച്ച് മണവാളനെ എതിരേൽക്കാൻ കാത്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ മണവാട്ടി നമ്മൾ ഓരോരുത്തരുമാണ്. എന്നാൽ ഒരു 10 കന്യകയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 10 കന്യകമാരും അല്പവിശ്വാസി എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒത്തിരി നമ്മൾ ഈ കാര്യത്തിൽ ഇപ്പം വെളിപ്പാട് പുസ്തകത്തിലും ഇതിനെക്കുറിച്ചൊരു വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പം മണവറ തോഴരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മണവാട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാണ് മണവറ തോഴ? അതായത് അതിനുവേണ്ടി വേല ചെയ്യും. ഇപ്പം മണവറ തോഴൻ എന്നൊക്കെ പറയുന്നത്, ഇപ്പം ഈ കന്യകയുടെ പ്രധാനപ്പെട്ട ചുമതല എന്തുവാ? വിളക്കേന്തി മണവാളനെ എതിരേൽക്കുക. അപ്പോൾ മണവാട്ടി സഭ ആദ്യം കാണുന്നത് മണവാളൻ അവിടെ നിന്ന് വരുന്നു. ഇപ്പം നമ്മളൊരു കല്യാണം എടുക്കുക, മണവാട്ടിയുടെ കൂടെ ആരുണ്ടാവും? ബ്രൈഡ്സ് മെയ്ഡ്സ് ഉണ്ടാവും, അല്ലേ? തോഴിമാരുണ്ടാവും. ഈ ബ്രൈഡ്സ് മെയ്ഡ്സിനെ മണവാട്ടീനെ തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവത്തുള്ളൂ, എന്നാൽ ചില സിമിലാരിറ്റീസ് ഉണ്ടാവും ഇവർ തമ്മിൽ. ഇപ്പോൾ വസ്ത്രധാരണത്തിൽ കുറേ ഒരുപോലെയൊക്കെ ആയിരിക്കും, നല്ല മോടി പിടിപ്പുള്ള വസ്ത്രം ഉണ്ടാവും. പക്ഷെ നമുക്ക് ബ്രൈഡിനെ കണ്ടാൽ തിരിച്ചറിയാം, മണവാട്ടീനെ കണ്ടാൽ തിരിച്ചറിയാം. എന്നാൽ ഈ തോഴിമാരെ കണ്ടാലും നമുക്ക് തിരിച്ചറിയാം. ഇപ്പുറത്ത് മണവാളിനെ കണ്ടാലും മണവാളിനെ കൂടെ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് കുറേ പേരുണ്ടാവും, അവരെ കണ്ടാലും നമുക്കറിയാം. അപ്പം നമ്മൾ ഒരാശയം വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ 10 കന്യകമാരെന്ന് പറഞ്ഞത് നമ്മളെ ആര് ക്രിസ്തുവിനെ കാണിച്ചു തരുന്നു? നമ്മുടെ സഭാ നേതാക്കന്മാരാകാം, നമ്മുടെ ഗുരുക്കന്മാരാകാം, അതല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരാകാം. ഇങ്ങനെ ഏത് കാറ്റഗറി വേണമെങ്കിലും ആകാം. എന്തായാലും അവരുടെ ഉദ്ദേശം, ഈ കന്യകമാരുടെ ഉദ്ദേശം വിളക്കുമേന്തി മണവാളന് വഴികാട്ടിയായി അല്ലെങ്കിൽ മണവാളിൻ്റെ ചുറ്റും എപ്പോഴും കൂടെ നിൽക്കുന്നവരാണ് ഈ പറയുന്ന 10 കന്യകമാർ. അപ്പം ഇതാകാനേ സാധ്യതയുള്ളൂ. നമ്മൾ ആ ഒരു കാറ്റഗറി വേണമെങ്കിൽ ജസ്റ്റ് ഒരു വചനം വായിക്കാം. 2 കൊരിന്തോസ് അതിന്റെ 11:2 മാത്രം ഒന്ന് വായിക്കാമോ? എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു. എന്തെന്നാൽ നിർമ്മലമായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന്
ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. അതായത് പൗലോസ് അപ്പോസ്തലൻ ഒരു മൂന്നാക്കാരനായിട്ട് നിൽക്കുക. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്നാക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ കല്യാണാലോചനയൊക്കെ നടത്തുന്ന മാട്രിമോണി ടീമില്ലേ, അതിന് നിങ്ങൾ എന്താ പറയുക? ഞങ്ങളുടെ നാട്ടിൽ മൂന്നാൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വധുവും വരനും അവരെ തമ്മിൽ യോജിപ്പിക്കുന്ന ബ്രോക്കർ. ഓ ഓക്കെ, ദൈവമേ ആ വാക്ക് കിട്ടി, ഞാൻ രക്ഷപ്പെട്ട്. ചില വാക്കിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ നല്ല വാക്കായിരിക്കും, ശേഷം ഇവിടെ ചിലപ്പോൾ തെറിയായിരിക്കും. അതുകൊണ്ട് പറയാൻ പേടിയാണ് പലതും. അപ്പൊ ഈ ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു. എന്തെന്നാൽ നിർമ്മലമായ വധുവിനെ, കന്യകയെ ഞാൻ എന്ത് ചെയ്തു? അവളുടെ ഭർത്താവിന് എന്ന പോലെ, മണവാളൻ എന്ന പോലെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. അപ്പൊ ആ മാരേജ് നിശ്ചയിച്ചത് ആരാണ്? പൗലോസ് അപ്പോസ്തലനാണ്. ആരെ? ഈ കൊരിന്തിയിലെ സഭയിലെ വിശ്വാസികളെ, അവിടെയുള്ള വിശ്വാസികളെ ക്രിസ്തുവുമായി ബന്ധിപ്പിച്ചത്. അപ്പൊ നിങ്ങളെ ക്രിസ്തുവിനെ കാണിച്ചു തന്ന ആരെങ്കിലും ഒരാളായിരിക്കും അല്ലേ? ഒരു പക്ഷേ ഷിബു ബ്രദറായിരിക്കാം. ചിലപ്പോൾ അതിനു മുമ്പേ പലരും നിങ്ങൾ ക്രിസ്തുവിലായിരുന്നിട്ടുണ്ടാകാം, ഏതെങ്കിലും ഒരു സഭയിലായിരുന്നിട്ടുണ്ടാകാം, ഏതെങ്കിലും ഒരു ധ്യാനം കൂടിയപ്പോൾ. നമ്മളെല്ലാവരും ബേസിക്കലി ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു എന്ന് കരുതിയിട്ട് ക്രിസ്തുവിനെ അറിയണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഒരു പക്ഷേ ധ്യാനം കൂടിയപ്പോഴോ വചനം കേട്ടപ്പോഴോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ ദൈവത്തെ, ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടാകാം, കൂടുതലായി നമ്മൾ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടാകാം. നേതാക്കന്മാരോ ഗുരുക്കന്മാരോ ഇങ്ങനെ പല രീതിയിലുള്ള ആളുകൾ ക്രിസ്തുവിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുണ്ടാകാം. ഇവിടെ 10 കന്യകമാരെ കുറിച്ച് പറയുന്നത് ഇത് രണ്ടുമാകാം, വിശ്വാസ സമൂഹമാകാം, എന്നാൽ ഈ പറയുന്ന നേതാക്കന്മാരുമാകാം. ഇവരിൽ തന്നെ ഒരു ഡിഫറൻസ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. 2 കാറ്റഗറി. 10 പേരിൽ എല്ലാവരും ഒരുപോലെയാണോ? അല്ല, 5 പേര് വിവേകമതികളും 5 പേര് വിവേകശൂന്യകളുമാണ്. 5 പേർക്ക് ഇത്തിരി ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട്, കാര്യങ്ങളെക്കുറിച്ചൊരു ഗൗരവ ബുദ്ധിയുണ്ട്, ചെയ്യുന്ന കാര്യത്തിൽ അവർ കൃത്യമായ നിഷ്ഠയുണ്ട്. ബാക്കി 5 പേർക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല, തോന്നിയ പോലെ പോകുന്നത്. നമ്മൾ ലൈഫിൽ അങ്ങനെയല്ല പലരും. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേക മതികളുമായിരുന്നു. അപ്പൊ ഈ സഭാ നേതാക്കളാണ്, അല്ലെങ്കിൽ വിശ്വാസ സമൂഹം, അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു വ്യക്തി ക്രിസ്തുവിനെ വരവേൽക്കണമെങ്കിൽ അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ അവൻ ആത്മാവിൽ വീണ്ടും ജനിച്ചേ പറ്റൂ. ഉറപ്പായിട്ട് അവൻ ആത്മാവിൽ ജനിച്ചേ പറ്റൂ. എല്ലാവരും എനിക്ക് തോന്നുന്നു ചൈൽഡ് ബാപ്റ്റിസം അല്ലേ? ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ചെറുപ്പത്തിൽ തന്നെ ബാപ്റ്റിസം സ്വീകരിച്ചവരല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അന്ന് സ്വീകരിച്ചത് എന്താണെന്ന്, പറഞ്ഞത് എന്താണെന്ന് വല്ല ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി വേറെ ആരോ എന്തോ പറഞ്ഞു, അതുവല്ല ഓർമ്മയുണ്ടോ? വേണ്ട. ഇനി കാത്തലിക്സ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബാപ്റ്റിസം സ്വീകരിച്ചതിന് ശേഷം പിന്നീട് സ്നാന നവീകരണം നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വല്ല ബോധമുണ്ടോ? ആരെങ്കിലും സ്നാന നവീകരണം നടത്തിയ ആളുകളുണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, നിശബ്ദമാണ്, സൈലൻസ് ആണ് ഉത്തരം. സ്നാന നവീകരണം ഓരോ വർഷവും നമ്മുടെ ചർച്ചകളിൽ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ? അറിയോ? ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈസ്റ്റർ ടൈമില്ലേ, അതായത് ഉയർപ്പ് സമയം, ഉയർപ്പിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം നമ്മളൊക്കെ ദുഃഖ ശനിയാഴ്ച എന്നോ അല്ലെങ്കിൽ ആ ദിവസത്തെ ശുശ്രൂഷകൾ നിങ്ങൾ എടുത്തു നോക്കിക്കോ. നമ്മൾ ഓരോരുത്തരും ഈ പ്രയർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്താണോ ഞാൻ സ്നാനപ്പെട്ടപ്പോൾ എടുത്ത തീരുമാനം, ഈ തീരുമാനം, ഇതേ വാക്കുകൾ അന്ന് നമുക്ക് ഓർമ്മയൊന്നുമില്ല, നമ്മൾ ആരും എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ 2 കാലേ നിൽക്കുമ്പോൾ ഈ പ്രാർത്ഥന, ഈ പ്രയർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വാക്കുകൊണ്ട് മാത്രം നമ്മൾ വിശ്വാസം ഏറ്റു പറഞ്ഞാൽ മതിയോ? ഇത് മാത്രം പോരാ, ആത്മാവിനാൽ വീണ്ടും ജനിക്കണം. നമ്മൾ ബൈബിളിൽ നിക്കദേമോസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കാണുന്നുണ്ട് അല്ലേ? യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു ക്യാരക്ടറിനെ കാണുന്നുണ്ട്. നിക്കദേമോസ് എന്ന് പറയുന്ന വ്യക്തി യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പ്രായമായ മനുഷ്യന് എങ്ങനെ വീണ്ടും ജനിക്കാൻ സാധിക്കും? വീണ്ടും ജനിക്കാത്തവൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. വീണ്ടും ജനിക്കാത്തവൻ, അവൻ എന്തുണ്ടായാലും ദൈവരാജ്യത്തിൽ അവന് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ വീണ്ടും ജനിക്കാൻ പറ്റും? ഇത്രയും പ്രായമായി, ഇനി എങ്ങനെ പറ്റും? അപ്പോൾ കർത്താവ് പറഞ്ഞൊരു മറുപടി എന്തുവാ? അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. നീ വലിയ കാര്യമൊന്നും അന്വേഷിക്കേണ്ട, ദൈവം നിന്നെ വീണ്ടും ജനിപ്പിച്ചോളും. റീബർത്ത്, നിന്നെ വീണ്ടും ജനിപ്പിക്കാൻ സാധിക്കുന്നവനാണ് ദൈവം. പഴയ പൗലോസും സാവൂളും പൗലോസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? സാവൂള് സ്തെഫാനോസിനെ കൊല്ലാൻ ശ്രമിച്ചവനാ, കൂട്ടുനിന്നവനാ, അവരുടെ വസ്ത്രം പോലും സൂക്ഷിച്ചവനാ. എന്നാൽ പുതിയ പൗലോസിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അടിയെല്ലാം പുള്ളി ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ തുടങ്ങി. കിട്ടിയത് മുഴുവൻ പോരട്ടെ, തികഞ്ഞില്ല, എല്ലാം ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയാൻ തുടങ്ങി. പഴയ വ്യക്തിയും പുതിയ വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം അതാ.
അവൻ പഴയ വ്യക്തിയാണെങ്കിൽ ലോകത്തോട് അനുരൂപനായിരിക്കും, ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആയിരിക്കും അവൻ്റെ ഇഷ്ടം. പുതിയ വ്യക്തിയാണെങ്കിൽ ഒരു ബർത്ത് കഴിഞ്ഞാൽ, ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ലക്ഷ്യം ദൈവരാജ്യമായിരിക്കും, സ്വർഗമായിരിക്കും അവൻ്റെ ലക്ഷ്യം. ഈ ഒരു വ്യത്യാസം എത്ര പേരിൽ ഉണ്ട് എന്ന് നമ്മൾ തന്നെ നമ്മളെ പരിശോധിച്ച് നോക്കിയാൽ മതി. വേറെ ആരെയും നമ്മൾ എടുക്കണ്ട, നമ്മൾ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പം നമ്മൾ 10 കന്യകമാരെ നോക്കിയപ്പോൾ 10 പേർക്കും വിളക്കുണ്ട്, 10 പേരും ദൈവത്തെ നോക്കിയിരിക്കുന്നത്. ഒരുപാട് സിമിലാരിറ്റീസ് അവർ തമ്മിലുണ്ട്. പക്ഷേ കുറച്ച് പേര് ബുദ്ധിയുള്ളവരാണ്, കുറച്ച് പേര് ബുദ്ധി ഇല്ലാത്തവരാണ്. മത്തായി സുവിശേഷം തന്നെ ഈ ബുദ്ധിയുള്ളവരെ കുറിച്ചും ബുദ്ധി ഇല്ലാത്തവരെ കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മത്തായി അതിൻ്റെ 7:21 മുതൽ എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ എന്ന് ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിയില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുവിൻ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യർക്ക് തുല്യമാണ്. നമ്മൾ ഇതേ വാക്യം തന്നെ അപ്പുറത്ത് വായിച്ച് 10 കന്യകമാരുണ്ടായിരുന്നു, 5 പേര് വിവേക മതികളായിരുന്നു, 5 പേർ വിവേകശൂന്യകളായിരുന്നു. ആ വാക്യം പറഞ്ഞ് ശ്രദ്ധിച്ചു, പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യമായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റുകൂതി, ഇതൊന്നും അതിനെ ബാധിച്ചില്ല. ഒരുവന്റെ വിശ്വാസം പാറപ്പുറത്താണോ പണിതിരിക്കുന്നത്, അതെയോ മണൽപ്പുറത്താണോ പണിതിരിക്കുന്നത്? വിവേകമുള്ളവൻ എവിടെയായിരിക്കും പണിയുക? പാറപ്പുറത്തായിരിക്കും പണിയുക. ഇനി മണൽപ്പുറത്താവും പണിതാലും അവൻ എന്ത് ചെയ്യും? സ്ട്രോങ് ആയിട്ടുള്ള ബേസ്മെന്റ് അവൻ കുഴിച്ച് എത്രത്തോളം ബേസ് എത്രത്തോളം സ്ട്രോങ് ആകാൻ പറ്റുമോ അത്രയും സ്ട്രോങ് ആക്കും. നമ്മുടെ വിശ്വാസം എപ്പോഴും ഈ രീതി ഒന്ന് പരിശോധിച്ച് നോക്കണം. വചനം കേട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നവനാണെങ്കിൽ അവൻ വിവേകമുള്ളവനാണ്. എൻ്റെ തോന്നിയാസത്തിനനുസരിച്ച് പോകുന്നവനാണെങ്കിൽ അവൻ വിവേകശൂന്യനാണ്. യേശു പറഞ്ഞ ഒരുപാട് വാക്യങ്ങളുണ്ട്. ഇത് മുഴുവൻ നമുക്കറിയാമോ? ഇതിൻ്റെ ആശയം മുഴുവൻ അറിയാമോ? എല്ലാ ആശയവും ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലാവുമോ? ഇത് മുഴുവൻ വായിച്ച് പഠിക്കാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ആശ്രയിക്കും. നമ്മുടെ ഗുരുക്കന്മാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ചർച്ച് ഫാദേഴ്സിന് ആരെയാണോ നമുക്ക് ആശ്രയിക്കാൻ പറ്റുക അങ്ങനെയുള്ളവരെ നമ്മൾ ആശ്രയിക്കും. അപ്പോൾ അവർ ഒരു വചനത്തെ നമുക്ക് പറഞ്ഞു തരും. ഓരോ കാര്യത്തിൻ്റെ ബേസ്മെൻറ്റ്, അതിൻ്റെ കാര്യങ്ങൾ അതിങ്ങനെയാണ്, ഈ രീതിയിൽ മനസ്സിലാക്കണം. പക്ഷെ അവിടെ കൃത്യമായിട്ട് പറഞ്ഞു, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ്. ഹോളിൽ വരുമ്പോൾ നമ്മൾ ആരാണ്? ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്. വീട്ടിൽ വരുമ്പോഴോ എൻ്റെ അപ്പൻ്റെ മോനാണ്, എൻ്റെ അമ്മയുടെ മോളാണ് ഞാൻ. കാരണം സ്വഭാവം മാറി. സുവിശേഷം എന്ത് ചെയ്യാൻ പറ്റും? പ്രസംഗിക്കാൻ പറ്റും. പ്രാവർത്തികമാക്കാനോ അത്ര ഈസി അല്ല. ഞങ്ങളോടുള്ളൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമുണ്ട്. ഒരു സുവിശേഷകൻ എപ്പോഴും അവൻ പറയുന്ന കാര്യം അവൻ പ്രാവർത്തികമാക്കിയേ പറ്റൂ. 2 കാര്യം. ഒന്ന്, ചിലപ്പോൾ ഞാനിപ്പോൾ ഈ വചനം എടുക്കുക, ഈ വചനം ഇന്ന് വരെ ഞാൻ പാലിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഞാനത് പാലിക്കാൻ ബാധ്യസ്ഥനാണ്. ഇനി അത് എനിക്ക് മാറാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ പറയുന്ന വചനം ഞാൻ പാലിക്കുന്നതായിരിക്കണം. ഇത് രണ്ടും ഉറപ്പായിരിക്കണം. വേറെ മാറ്റമൊന്നുമില്ല. ഇപ്പം ഞാനിവിടെ ഈ 10 കന്യകമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ മേഖലകളെല്ലാം ഞാൻ പറയുന്നതിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ, ഈ ഹോളിലിരിക്കുന്ന എല്ലാവരും ഇത് പാലിക്കുന്നു എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഒരാൾ പാലിക്കണം. ആരാണത്? നിങ്ങൾ ആരും പാലിച്ചില്ലെങ്കിലും നാളെ ഞാൻ പാലിക്കണം. നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്, നിങ്ങൾക്ക് വേണമേ പാലിക്കാം, വേണ്ടെങ്കിൽ അത് തള്ളിക്കളയാം. പക്ഷെ ഇന്ന് ഈ കർണാടകയിലെ ഈ മംഗലാപുരത്ത് ഈ ഹോളിൽ വെച്ച് ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകിലൊരു ബേർഡനുണ്ട്, എൻ്റെ പുറകിലൊരു വലിയ വാളുണ്ട്. ഞാനിത് പ്രഘോഷിച്ച വ്യക്തിയാണ്, ഞാനിത് പാലിക്കാൻ നിർബന്ധിതനാണ്. യാതൊരു വിധത്തിലും എനിക്ക് അതിൽ നിന്നും മാറാനൊരു ചോയ്സ് ഇല്ല. ഞാനിത് പാലിച്ചേ പറ്റൂ. ദൈവവചനം പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, അവൻ്റെ വചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് ബുദ്ധിമതി, ബുദ്ധിയുള്ളവൻ. അവനാണ് കർത്താവിൻ്റെ വരവിൽ അവൻ്റെ ഒപ്പം പോകാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവനാരാ? വിവേകശൂന്യൻ, ബുദ്ധിയില്ലാത്തവൻ. നമ്മളൊക്കെ മലയാള ഭാഷയിൽ പറഞ്ഞ മന്ദബുദ്ധിന്നോ വിവേകമില്ലാത്തവനോ ഏത് വാക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ദൈവത്തിന്റെ പൈതലാണെന്ന് പറയുകയും സുവിശേഷം പ്രഘോഷിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ പ്രവൃത്തി നേരെ തിരിച്ചാണെങ്കിലോ? മണവാളം വരും, വിളക്കും ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ പോവില്ല. സ്വർഗരാജ്യത്തിലേക്ക് പോകാന്ന് വിചാരിച്ചാൽ അത് വെറും വിദ്യാധാരണയായിരിക്കും, നടക്കൂല എന്ന്.
വചനം കേട്ടിട്ടും അത് പാലിക്കാത്തവൻ, അവൻ്റെ വീഴ്ച വലുതായിരിക്കും. വചനം കേട്ടില്ലെങ്കിൽ അവൻ്റെ വീഴ്ച കുറച്ച് ചെറുതായിരിക്കും. നമ്മുടെ വീഴ്ച കുറച്ച് അഗാധമുള്ള വീഴ്ചയായിരിക്കും. ഇനി ഈ മാസം തുടങ്ങി നമ്മൾ എല്ലാ മാസവും ഇവിടെ പ്രയർ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാ മാസവും വരണം. കാരണം എന്താ? നിങ്ങളുടെ വീഴ്ച എത്ര വലുതാകണം. വീട് പോയാൽ അല്ല, വീഴരുത്, രക്ഷപ്പെട്ടോളം. ഈ രണ്ട് കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചോണം. ഒന്നേ സ്ഥിരം വചനം കേൾക്കും, പുറത്തു പോയിട്ട് നമ്മൾ പഴയ മനുഷ്യനായി ജീവിക്കും. അല്ലെങ്കിൽ വചനം കേൾക്കുന്ന നമ്മൾ പുറത്തു പോയിട്ട് എന്ത് ചെയ്യും? പാലിക്കും, അതനുസരിച്ച് ജീവിക്കും. അതനുസരിച്ച് ജീവിച്ചാൽ മണവാളം വരുമ്പോൾ മണവാളിനെ സ്വീകരിക്കാൻ പറ്റും. ഇത് ലംഘിച്ച് തോന്നി വിധം ജീവിച്ചാൽ അവൻ്റെ വീഴ്ച വലുതായിരിക്കും. അവനെ വിളിക്കുന്നതാണ് ബുദ്ധിഹീനനായ മനുഷ്യനെന്ന് വ്യക്തമായിട്ട് അവിടെ വചനം പറഞ്ഞു. അവിടെ നമ്മൾ മുകളിൽ ആ വചനത്തിൻ്റെ ഒരു ശക്തമായ ഒരു കാര്യം, അതായത് അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുക മാത്രമല്ല, യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചു, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ടും അവർക്ക് എന്തില്ല? വിവേകമില്ല. അവര് പറയുന്നതല്ല അവർ പ്രവർത്തിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചല്ലോ, ഈ 10 കന്യകമാർ ആരായിരിക്കും? മണവാട്ടി സഭയാണ് നമ്മളെങ്കിൽ ഈ 10 കന്യകമാർ ആർക്ക് തുല്യരായിരിക്കും? നമ്മളെ നേതാക്കന്മാരായിരിക്കും, അല്ലേ? നമ്മളെ ഇവിടെ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരമുള്ള വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ദൈവം അവരുടെ കരങ്ങളിലൂടെ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ടാകും. നമ്മളെല്ലാവരുടെയും കരങ്ങളിലൂടെ ദൈവം അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചെയ്യുന്നുണ്ടോ? നമ്മളെല്ലാവരും തലയെ കൈവച്ചാൽ അല്ലെങ്കിൽ ശാസ്ത്രിച്ച് പ്രാർത്ഥിച്ചാൽ രോഗം മാറുന്നുണ്ടോ? ചിലപ്പോൾ മാറുന്നുണ്ടാകാം. ഞാൻ പറയട്ടെ, നിങ്ങൾ ട്രൈ ചെയ്യാൻട്ടാ, നിങ്ങൾ മാറുന്നത് നോക്കണം. നിങ്ങൾക്കൊരു രോഗം വന്നാൽ ഉടനടി നിങ്ങൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ശുശ്രൂഷകരെ വിളിക്കും, ബ്രദറെ വയ്യ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. ആദ്യം എനിക്ക് വരമുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വചനം പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും, മാരകമായി എന്ത് പിടിച്ചാലും അവർക്കത് ഏൽക്കിയില്ല. അവൾ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, സൗഖ്യം പ്രാപിക്കും. വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? വിശ്വാസികളാണോ? വിശ്വാസിയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, പരീക്ഷിച്ച് നോക്കണം. ദൈവം ആർക്കാണ് വരം കൊടുക്കുക അറിയില്ല. കാറ്റതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശും. ആരിലൂടെയും ദൈവം പ്രവർത്തിക്കും. അല്ലാതെ ദൈവത്തിന് ഏറ്റവും ബുദ്ധിമതിയായ സൗന്ദര്യമുള്ള ഡെസ്റ്റിനെ പോലുള്ള ഒരു വ്യക്തിയിൽ തന്നെ പ്രവർത്തിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ച്, ഈ വൃത്തിയായിട്ട പോകുന്ന വെച്ചിട്ടുള്ള സൗന്ദര്യം എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ചിരിയുടെ ഉദ്ദേശം മനസ്സിലായി. എന്തോ ആകട്ടെ, ഞാനിനിയിപ്പോൾ കോല ഉള്ളവരോ കോല കെട്ടവരോ ആകട്ടെ, ദൈവത്തിന് ഇഷ്ടമുള്ളവരെ പ്രവർത്തിക്കാം. ആരിലും ദൈവം പ്രവർത്തിക്കും. ഇന്ന വ്യക്തിയിലൂടെ മാത്രമേ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് അങ്ങനെ പക്ഷപാതമൊന്നുമില്ല. കറുത്തവനോ വെളുത്തവനോ സൗന്ദര്യമുള്ളവനോ ഇതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. അവൻ്റെ വചനം കേട്ട് അതനുസരിക്കാൻ ശ്രമിക്കുന്നവൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കും. യാതൊരു മാറ്റവും ഇല്ല. ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ പരീക്ഷിച്ച് നോക്കണം, കർത്താവിന് എൻ്റെ മേൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ഉന്നതരായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ഇവിടെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നു, അവർ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു, പിന്നെന്ത് ചെയ്യുന്നു? അത്ഭുതങ്ങൾ ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ, രോഗികളെ സൗഖ്യം കൊടുക്കുന്നു. പക്ഷേ ഇവർ വിവേകമുള്ളവരാണോ? അങ്ങനെയാണോ വചനം പറഞ്ഞേ? നേരെ തിരിച്ചാ പറഞ്ഞേ. ഇത് നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോവുകയും. എൻ്റെ വചനം ശ്രവിക്കുന്നു, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അത് പാലിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനിവിടെ നിന്ന് സുവിശേഷം പറഞ്ഞു, യേശു സ്നേഹമാണ്, നിങ്ങളെ സ്നേഹിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി, നേരെ ഒരു കാറെടുത്തു, നമ്മുടെ സ്റ്റാൻലിയുടെ കാറെടുത്ത് ഞാൻ ഓടിച്ചു. പുറത്ത് വരുന്നവൻ ഞാൻ അവനെ ചീത്തം വിളിച്ച് അവൻ്റെ പിതാമഹന്മാരെയൊക്കെ സ്മരിച്ചിട്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞതും ഞാൻ പ്രവർത്തിച്ചതും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. അപ്പം എന്നെ ദൈവം വിളിക്കുന്നത് വിവേകശൂന്യനാണ്, വിവേകമില്ലാത്തവനാണ്. അവൻ കന്യകയിൽ 10 കന്യകമാരിൽ ആ 5 കാറ്റഗറിയിൽ എണ്ണയില്ലാത്തവനായി അവൻ എന്ത് ചെയ്യും? തരം താഴ്ത്തപ്പെടും. യാതൊരു വിധത്തിലും അവനെ ശ്രേഷ്ഠനായി കണക്ക് കൂട്ടത്തില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു, ഈ 10 കന്യകമാർക്കും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടല്ലേ? നിങ്ങൾ 10 കന്യകമാരെന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. ഇവർക്ക് എല്ലാവർക്കും കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. ഒന്ന്, 10 പേരെയും കന്യകമാർ എന്ന് തന്നെ വിളിച്ചിരിക്കുന്നത്. അല്ല, അങ്ങനെയല്ലേ വചനം പറഞ്ഞിരിക്കുന്നത്? 10 പേരെയും കന്യക എന്ന് തന്നെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും നേതാക്കന്മാരാണ്, പക്ഷെ എല്ലാവരും ശ്രേഷ്ഠരല്ല. നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ചിലപ്പോൾ പൗരോഹിത്യം ഉണ്ട് നമ്മുടെ സഭകളിൽ, അല്ലേ? എല്ലാം വെള്ളക്കുപ്പായം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ യാക്കോബൈറ്റ്സ് ആണെങ്കിൽ ബ്ലാക്ക് ആണ്, അല്ലേ? കറുത്ത കുപ്പായം ഉണ്ട്. ചിലർക്ക് തൊപ്പിയുണ്ട്, തൊപ്പിയില്ലാത്തവരുണ്ട്.
ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള നേതാക്കന്മാർ നമുക്കുണ്ട്. പക്ഷെ എല്ലാം യഥാർത്ഥ നേതാക്കന്മാരാണോ? ആ വ്യക്തി നേതാവ് എന്നെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവനാണെങ്കിൽ ഉറപ്പാണ് അദ്ദേഹം എൻ്റെ ക്രിസ്തുവിൽ എൻ്റെ നേതാവാണ്, ക്രിസ്തുവിൽ എൻ്റെ മൂപ്പനാണ്, എന്നെ ക്രിസ്തുവിലേക്കാണ് നയിക്കുന്നത്. അല്ല വേറെ എന്തെങ്കിലേക്കാണെങ്കിലോ? ഓക്കെ, ഉദ്ദേശം ഞാൻ എൻ്റെ നാട്ടിലൊരു പ്രശ്നം എടുക്കാം, കുർബാന തർക്കം എടുക്കാം. നീ പോയി തെരുവിൽ പോയി യുദ്ധം ചെയ്യടാ, നമുക്ക് ജന അഭിമുഖം വേണം, വേണ്ട അൾത്താര അഭിമുഖം വേണം, നീ പോയി സമരം ചെയ്യ് എന്നൊരു നേതാവ് പറഞ്ഞാൽ ആ നേതാവ് ക്രിസ്തുവിൻ്റെ ഫോളോവറാണോ? ആണോ? ആ പുരോഹിതൻ ക്രിസ്തുവിൻ്റെ ഫോളോവറാണോ? ആ, നീ യാക്കോബായക്കാർക്ക് ഒരു സങ്കടം വേണ്ട, യാക്കോബായ ഓർത്തഡോക്സ് അടി കിടക്കുക, സിമിത്തേരി നമുക്ക് സ്വന്തമാക്കണം, നീ പോയി സിമിത്തേരിയുടെ മുമ്പിൽ പോയി അടി ഉണ്ടാക്കടാ എന്ന് പറഞ്ഞ് ഒരച്ഛൻ നമ്മളെ ഒന്ന് ചൂടാക്കി പറഞ്ഞു വിടുകയാണ്. ആ പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പുരോഹിതനാണോ? ക്രിസ്തുവിൻ്റെ നേതാവാണോ? അല്ല. അപ്പൊ ക്രിസ്തുവിൻ്റെ സ്നേഹമില്ലാത്ത ഏതൊരു പ്രവൃത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക അത് വിവേകമില്ലാത്ത ആ 5 കന്യകമാർക്ക് തുല്യനാണ്. എന്നാൽ അവരെ വിളിക്കുന്നത് 10 പേരെയും വിളിച്ചത് കന്യക എന്നാണ്. അതായത് വേഷവിധാനങ്ങളും പ്രകടമായ രീതികളെല്ലാം നോക്കിയാൽ എല്ലാം സെയിമാണ്. പക്ഷെ തിരിച്ചറിയാനുള്ള കൃപ നമുക്കുണ്ടാകണം. ഇവൻ ക്രിസ്തുവിനാണോ നയിക്കുന്നത്, ക്രിസ്തുവിലേക്കാണോ ഈ വ്യക്തി നമ്മളെ ഡീവിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കണം. മാത്രമല്ല 10 പേരുടെയും കയ്യിൽ വിളക്കുണ്ടായിരുന്നു. 10 പേരുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു. ഞാൻ പറയുന്നതും ബൈബിളാ, ഈ പറയുന്ന അച്ഛന്മാർ പറയുന്നതും ബൈബിളാ, അല്ലേ? ലോകത്തുള്ള എല്ലാ സുവിശേഷകരും ഉപയോഗിക്കുന്നത് ബൈബിളാ. യഹോവ സാക്ഷി യേശു ദൈവമല്ല എന്ന് പറയുന്നത് ബൈബിൾ വെച്ചിട്ടാ. യേശു ദൈവമാണെന്ന് നമ്മൾ പറയുന്നത് അതേ ബൈബിൾ വെച്ചിട്ടാ. ശരിയല്ലേ? യേശു ദൈവമല്ല, വെറും ഒരു ദൂതൻ മാത്രമാണ് എന്ന് യഹോവ സാക്ഷി വ്യാഖ്യാനിക്കുന്നത് ഇതേ ബൈബിൾ വെച്ചിട്ട് തന്നെയാണ്. നമ്മളല്ല യേശു ദൈവമാണെന്ന് തെളിയിക്കുന്നത് ഇതേ ബൈബിൾ വാക്യങ്ങളും വചനങ്ങളും വെച്ചിട്ട് തന്നെയാണ്. ഒരു ട്രിനിറ്റേറിയൻ ഫെയ്ത്ത്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഒരു വിശ്വാസം നമ്മൾ പറയുന്നത് ഇതേ ബൈബിൾ വെച്ചിട്ടാണ്. എന്നാൽ ഒരു വണ്ണസ്സുകാരൻ അല്ല, വണ്ണസ് ആണെന്ന് പറയുന്നത് ഇതേ ബൈബിൾ വെച്ചിട്ടാണ്. സംഭവം എല്ലാവരും ഉപയോഗിക്കുന്നത് വിളക്ക് തന്നെയായിരിക്കും. പക്ഷെ ചില വിളക്കിൽ എണ്ണ ഉണ്ടാവും, ചില വിളക്കിൽ എണ്ണ ഉണ്ടാകത്തില്ല. ഇപ്പം ഇതെങ്ങനെ തിരിച്ചറിയും? ഇത് തിരിച്ചറിയാനും കൃപ വേണം. ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഈ വിളക്ക് എണ്ണ ഉള്ളതാണോ എന്ന് നമ്മൾ നോക്കി കാണണം. പ്രകടമായി നോക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ വിളക്കുണ്ടാകും. എല്ലാവരെയും വിളിക്കുന്നത് കന്യക എന്ന് തന്നെയായിരിക്കും. ഇനി നമ്മളിപ്പം യഹോവ സാക്ഷിയെ എടുക്കാം, അല്ലെങ്കിൽ വണ്ണസ് പെന്തക്കോസ്തിനെ എടുക്കാം, ഇങ്ങനെ ഏത് കാറ്റഗറികളെയും എടുത്താലും എല്ലാവരിലും കുറേ നന്മയൊക്കെ ഉണ്ടാവും, അല്ലേ? കുറേ സത്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടാവും. അവർ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ശരിയായിരിക്കുകയും ചെയ്യും. എന്നാൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം ഒന്നും ശരിയാകണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല. അതായത് ചില നന്മയുടെ കാര്യങ്ങൾ അവരിലെല്ലാം ഉണ്ടാകും. ഇനി ഈ 10 കന്യകനെടുത്ത് 10 പേരും പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യമാണ് മണവാളനെയാണ്, അല്ലേ? 10 പേരും പ്രതീക്ഷിച്ചിരിക്കുന്ന മണവാളനെ ഒറ്റ വ്യക്തിയാണ്. ഈ പറയുന്ന എല്ലാ സുവിശേഷ പ്രഘോഷകരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒറ്റ ആളെയാണ്, അല്ലേ? ഇപ്പോൾ ഒരു യാക്കോബായ കുർബാന എടുത്താലും, ഒരു കാത്തലിക് കുർബാന എടുത്താലും, ഒരു ലാറ്റിൻ കുർബാന, ഏത് കുർബാനയിലും നമ്മൾ ആരെ സ്മരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ഓർമ്മയാണ് ആചരിക്കുന്നത്. യേശുവിൻ്റെ വരവ് വരെ നിങ്ങളിത് ആചരിക്കുവിൻ. നമ്മളെല്ലാം ഒരു കുർബാന അർപ്പിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ആ കുർബാനയ്ക്ക് പോകുന്നത് അന്ത്യത്താഴോ ഏത് പേരിട്ട് വിളിക്കാം, ഏത് വേണമെങ്കിലും കർത്തൃമേശമെന്നോ എന്ത് പറഞ്ഞാലും അത് ചെയ്യുന്നത് തന്നെ യേശുവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവരെല്ലാവരും മണവാളിനെ കാത്തായിരിക്കുന്നത്. പക്ഷെ എല്ലാം കറക്റ്റാണോ? ഞാൻ ഒരു സഭയും ഞാൻ എടുത്ത് പറയുന്നുണ്ട്, ഒരു സഭ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ തിരിച്ചറിയണം, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടാകണം, ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ഉണ്ടാകണം. യേശു പറയുന്നത് പ്രവർത്തിക്കാതിരിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ ഫോളോവർ അല്ല. യേശു പറയുന്നതായിരിക്കണം, അവൻ്റെ വചനം കേൾക്കുക മാത്രമല്ല അതനുസരിച്ച് പ്രവർത്തിക്കണം, പ്രവൃത്തിയിലുണ്ടാകണം. പ്രാക്ടിക്കൽ സൈഡിൽ ഇതുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇത് അവരെ പരിശോധിക്കാനല്ല, നമ്മൾ നമ്മെ തന്നെ പരിശോധിക്കണം. അവരെവിടെ പോയാലും നമുക്ക് പ്രശ്നമില്ല, അല്ലേ? അവരാണോ നമ്മളെ തട്ടി അകത്തോട്ട് ഇടുന്ന ആള്? വാതിൽ തുറന്നു തരുന്ന ആൾ അവരാണോ? സ്വർഗത്തിൻ്റെ വാതിൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരുമ്പോൾ കർത്താവ് ആ വാതിൽ തുറന്നു വരുമ്പോൾ നമ്മൾ ആയിരുന്ന നമ്മുടെ നേതാക്കന്മാരായിരിക്കും നമ്മളകത്ത് കയറ്റുന്നത്? ആയിരിക്കില്ല. ഇപ്പം ജീസസ് കൃഷ്ണൻ്റെ മക്കള് ശിവപുരത്തിനോട് പുറത്ത് വെക്കണ്ടോ? അവൻ ഓക്കെ കരിക്കോ, അവൻ 2 ദിവസം പ്രാർത്ഥനയ്ക്ക് വന്നിട്ടില്ല, ഇന്ന് കയറ്റണ്ടോ, അവനെ പിടിച്ച് പുറത്താ, ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും കയറ്റുന്നത്? ഒരിക്കലുമല്ല. ബ്രദർ പോലും ക്യൂവിലായിരിക്കും. അകത്ത് പ്രവേശിക്കാൻ ദൈവം അനുവദിച്ചാൽ കയറാം. കർത്താവ് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവിടെ മാർപ്പാപ്പയില്ല, ഒരു നേതാക്കന്മാരും ഇല്ല,
ഒരാളും അവിടെ ഇല്ല, എല്ലാവരും ഈക്വലാ, ഓൾ ആർ ഈക്വൽസ് അക്കാര്യത്തിൽ. 1-ാം മണിക്കൂറിൽ വന്നവനും 12-ാം മണിക്കൂറിൽ വന്നവനും ദൈവരാജ്യം എന്ന് പറയുന്ന, സ്വർഗരാജ്യം എന്ന് പറയുന്ന ആ മേഖലയ്ക്ക് എല്ലാവരും ഒരുപോലെ യോഗ്യരാ. നീ യേശുവിൽ വിശ്വസിച്ചോ, യേശുവിനെ സ്വീകരിച്ചോ, എണ്ണയുണ്ടോ, ദൈവത്തിന്റെ വചനം കേട്ടോ, അതനുസരിച്ച് പ്രവർത്തിച്ചോ, നിനക്ക് കയറാൻ പറ്റും. കേട്ടിട്ട് മാത്രം പോകുന്നവനാണെങ്കിൽ നിന്നെ കയറ്റത്തില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അതിന് യാതൊരു മാറ്റമില്ല. അവിടെ ദൈവരാജ്യത്തിൽ വലിയവനും ചെറിയവനും ഉണ്ട്, ഓക്കെ, ശരിയാ. പക്ഷെ പ്രവേശന കവാടം എല്ലാവർക്കും ഈക്വലാ. ഒരു നാണയം തന്നെ എല്ലാവർക്കും പ്രതിഫലം, സ്വർഗം തന്നെയാണ് എല്ലാവർക്കും പ്രതിഫലം. ഇനി അതിൻ്റെ അകത്ത് ചെന്നാൽ വലിയവനും ചെറിയവനും, സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും, ചെറിയവനെന്ന് വിളിക്കപ്പെടും, വചനം വേറെ ഉണ്ട്. പക്ഷെ ആ ആശയം വെച്ച് നോക്കുമ്പോഴും ഈ പറയുന്ന കാറ്റഗറി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ അവരും കന്യകമാരായിരിക്കും, അവരും ക്രിസ്തുവിനെ ആയിരിക്കും നോക്കുന്നത്, അവരുടെ കയ്യിലും വിളക്കുണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ അവരെ അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ആരെ നോക്കണ്ടേ? ക്രിസ്തുവിനെ നോക്കുക. ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യുക. ഞാൻ ഇതിന് യോഗ്യനാണോ? എനിക്ക് പോകാൻ വല്ല വഴിയുണ്ടോ? എൻ്റെ കാര്യത്തിൽ വല്ല നടപടിയുണ്ടോ എന്ന് സ്വയം ചിന്തിക്കണം. അതെയോ ഇവിടെ വന്ന് വചനം കേൾക്കുകയും വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഭർത്താവ് ചിലപ്പോൾ വിശ്വാസത്തിലായിരിക്കില്ല. ഭർത്താവ് വചനം കേൾക്കുകയോ ക്രിസ്തുവിനെ കുറിച്ച് യാതൊരുവിധ ബോധ്യമോ ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. വീട്ടിൽ ചെല്ലുമ്പോൾ മനുഷ്യ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് പിന്നെ നല്ല കന്നഡ ഭാഷ ഒക്കെ തിരിച്ചു പറയുന്നവരാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും, ഇതാണോ നീ അവിടെ കേട്ടെ? നമ്മുടെ പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ പലരും, നമ്മുടെ കുടുംബത്തിലുള്ള പലരും ക്രിസ്തുവിലേക്കും വചനത്തിലേക്കും കൂടുതലും വരാത്തത് എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞിരിക്കുന്ന അനേക വ്യക്തികളുണ്ട്. ബ്രദറെ, ഇവരൊക്കെ വെറും അഭിനയ, ബ്രദറെ ഇവരൊക്കെ വെറും അഭിനയ. നിങ്ങളുടെ പ്രാർത്ഥനാ ഹോളിൽ വരുമ്പോൾ കാണുന്ന ഇവരൊന്നുമല്ല വീട്ടിൽ വരുമ്പോൾ. ചില ഭർത്താക്കന്മാരെ എന്നോട് പറഞ്ഞിരുന്നതാ, അതായത് ഭാര്യ നിരന്തരം വിളിച്ചിട്ട്, എൻ്റെ പൊന്നു ബ്രദറെ, എൻ്റെ ചേട്ടനെ ഒന്ന് കൗൺസിൽ ചെയ്യ്, എൻ്റെ ചേട്ടനോടൊന്ന് സംസാരിക്കുക, എൻ്റെ ചേട്ടൻ ഒറ്റ ദിവസം പ്രയറിന് വരില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ പ്രയറിന് വിടുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? പ്രയർ ഹോളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നാക്കുന്ന ചേട്ടനാ, എന്നാൽ ഹോളിൽ കയറത്തില്ല, എങ്ങനെയെങ്കിലും ഒന്ന് കൗൺസിൽ ചെയ്യും. ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഒന്ന് പിടിച്ചു നിർത്തി, നമുക്ക് എങ്ങനെയെങ്കിലും സംസാരിക്കാം. അങ്ങനെ പറഞ്ഞ് ഈ കുണ്ടുന്നാക്കുന്ന ചേട്ടനെ ബ്രദറിനെ ഒന്ന് കണ്ടിട്ട് പോക്കോ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തി. ഞാൻ ഇങ്ങോട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കണം, ഈ വർണ്ണ സാധനത്തിനേക്കാളും വിശുദ്ധനാണ് ആ മനുഷ്യൻ. ആ പാവത്തിനെ കൊണ്ട് വേറൊരു കുഴപ്പമില്ല, ഇതിൻ്റെ അകത്ത് കയറില്ലാതെ ഉള്ളത്. പുള്ളി പറയുന്നത് ഇത് കേൾക്കൽ മാത്രമേ ഉള്ളത്. വീട്ടിൽ വരുമ്പോൾ പ്രവൃത്തി വേറെയാ. വീട്ടിൽ വരുമ്പോൾ ഈ വെള്ളം ഇട്ടിട്ട് ഇതിൻ്റെ അകത്തൊന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. വീട്ടിൽ വരുമ്പോൾ മറ്റേ ഭദ്രകാളിയുടെ സാധനം, അത് വാളൊക്കെ എടുത്തിട്ടാണ് ഈ പുറത്ത് വരുന്നത്. പിന്നെ ഞാൻ എന്തിനാ പറഞ്ഞത്? 5 വർഷം എൻ്റെ പെണ്ണുമ്പിള്ള പ്രയറിന് വരുന്നത്, ഇത് ഒരു മാറ്റമില്ല, പിന്നെ ഞാൻ എന്തിനാ വരുന്നത്? ഇതാണ് ആ ഭർത്താവ് എന്നോട് ചോദിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിയാ, പറഞ്ഞൊരു കാര്യമില്ല, ആ മനുഷ്യനാണ് കുറച്ചുകൂടി നല്ലത്. പുള്ളി പറയണത്, ഞാൻ വന്നിട്ട് കേട്ടാൽ മാത്രം പോരാ, അത് പാലിക്കാൻ പറ്റണം. പലരും പല കുടുംബത്തിലും മാനസാന്തരം ഇല്ലാത്തതിൻ്റെ കാരണം, ക്രിസ്തുവിലേക്ക് വരാത്തതിൻ്റെ കാരണം, നമ്മുടെ പ്രവൃത്തി ഇപ്പോഴും വചനത്തിൽ വരുമ്പോഴും വചനത്തിൽ വരുന്നതിന് മുമ്പും അന്നും ഒരേ പ്രവൃത്തിയാണ്. പിന്നെ അവനെങ്ങനെ ദൈവത്തിലേക്ക് വരുന്നത്, ക്രിസ്തുവിലേക്ക് വരുന്നത്? എൻ്റെ പ്രവൃത്തിയിൽ ഉണ്ടാകണം ഈ മാറ്റം. യേശു ക്രിസ്തുവിൽ അവൻ്റെ വചനം കേട്ട് എൻ്റെ പ്രവൃത്തിയിൽ ഇല്ലെങ്കിൽ അവൻ വിവേകശൂന്യനാണ്. അതാണ് ഇവിടെ ഒരു പ്രവൃത്തിയെ ശരിക്കും കമ്പാരിസൺ ചെയ്തിരിക്കുന്നത്. വിളക്ക് ഏന്തിയ വനിതയെ അവിടെ വെച്ചിരിക്കുന്നത്. എന്നാൽ വിളക്കിൻ്റെ കൂടെ എന്തുണ്ടാവണം? എണ്ണയും ഉണ്ടാകണം. ഇനി നമ്മൾ മത്തായി സുവിശേഷം വായിക്കുമ്പോൾ, തുടർന്നുള്ള വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മണവാളം വരുന്ന ആ കാഹളം കേൾക്കുന്നു. ഇതെല്ലാം കേൾക്കും. 10 പേരും കേട്ടില്ലേ കാഹളം? കർത്താവ് വരുന്ന 5 പേര് മാത്രമാണ് പറഞ്ഞത്, അല്ല 10 പേര് പറഞ്ഞു. അതായത് എല്ലാവരും പറഞ്ഞു കർത്താവ് വരുന്നു, മണവാളം വരുന്നു. പക്ഷെ 5 പേരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നുള്ളൂ? 10 പേരും തിരി കത്തിച്ചു നോക്കി. കത്തിച്ചപ്പോഴല്ലേ മനസ്സിലായ സംഭവം എണ്ണ തീർന്നത്. അല്ലാതെ മനസ്സിലാവുമോ? കരിന്തിരി കത്തിപ്പല്ലേ മനസ്സിലായ എണ്ണയില്ല എന്നുള്ളത്. 10 പേരൊന്ന് കത്തിച്ചു നോക്കി. 5 പേരുടെ കത്തി തിന്നു, ബാക്കി 5 പേരുടെ കെട്ടുപോയി. അപ്പോഴേ മനസ്സിലായേ എൻ്റെ കയ്യിൽ എണ്ണയില്ല. അപ്പോൾ അവർ പോയിട്ട് മറ്റവരോട് ചോദിച്ചു, ഇത്തിരി എണ്ണ, കുറച്ച് എണ്ണ. അപ്പോൾ അവർ പറയുന്നൊരു വചനമുണ്ട്, നിങ്ങൾ എവിടെ പോയി വാങ്ങണം? വിൽപ്പനക്കാരുടെ അടുത്ത്. ഈ സാധനം വാങ്ങാൻ കിട്ടുന്ന സാധനമാണോ കാശിന്? എന്തുവാ എണ്ണ? പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ വാങ്ങാൻ കിട്ടുമോ? കാശിന്, പണത്തിന് വാങ്ങാൻ കിട്ടുമോ? പക്ഷെ അവിടെ ഉപമ ഉപയോഗിച്ചത് വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങണം. ദൈവവചനം വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, അത് നീ സ്വയം പ്രാപിച്ചേ മതിയാകൂ. എനിക്കിവിടെ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കാൻ പറ്റുമോ? അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട്, നീ കൈ വെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവനിലേക്ക് വരുന്നു, ഇതാ എൻ്റെ പണം, ഞാൻ കാശ് തരുന്നു, ഞാനും ആരെയൊക്കെ കൈവയ്ക്കുന്നു അവരിലേക്കൊക്കെ പരിശുദ്ധാത്മാവ് വരാൻ ഉള്ള രീതിയിലുള്ളൊരു കൃപ എനിക്കും കൂടെ താ.
പത്രോസ് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ പണം കൊടുത്ത് വാങ്ങാമെന്ന് വിചാരിച്ച നിന്റെ ആ വെള്ളിത്തുട്ട് നിന്നോടുകൂടെ നശിക്കട്ടെ എന്നാ പറഞ്ഞത്. അതായത് പണം കൊടുത്താൽ കിട്ടുന്നൊരു സാധനമല്ലത്. നമ്മൾ സ്വയം പ്രാപിക്കണം. വചനം കേട്ടുകൊണ്ട് മാത്രം പോയാൽ പോരാ, ആത്മാവിൽ നമ്മൾ സ്വയം അത് അനുഭവിക്കണം. ഇപ്പൊ ഇവിടെ ഒരു ആരാധന കുറച്ച് നേരത്തെ മുമ്പ് ആരാധന നടന്നു അല്ലേ? ഈ ആരാധനയിൽ എത്ര പേർക്ക് ആ ആരാധനയിൽ ഉൾക്കൊള്ളാൻ പറ്റി, അല്ലെങ്കിൽ ആ ആരാധനയിൽ പങ്കെടുക്കാൻ പറ്റി? കുറച്ച് പേരിങ്ങനെ നോക്കി, അപ്പുറത്തേക്ക് ഒന്ന് ചേട്ടനെ ആരാധിക്കുന്നുണ്ടല്ലോ, ഇങ്ങോട്ട് കണ്ണടച്ച് ആരാധിക്കുന്നുണ്ട്, എനിക്ക് മാത്രം പറ്റുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ജീസൂഷനിൽ വരുമ്പോൾ എനിക്ക് കൈ പൊക്കാന്ന് പറയുന്നത് ഇഷ്ടമല്ല, കൈ അടിക്കാന്ന് പറയുന്നത് അത്ര കൂടി ഇഷ്ടമല്ല, കണ്ണടയ്ക്കാന്ന് പറയുന്നത് യാതൊരു താല്പര്യമില്ല. ഞാൻ കണ്ണടയ്ക്കാൻ നിർബന്ധം പറയുമ്പോൾ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ നോക്കും, അവൻ കണ്ണടച്ചിട്ടില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ കണ്ണടയ്ക്കുന്നത്? ആദ്യത്തെ ദിവസം ഈ കൈയടിക്കാനും കണ്ണടയ്ക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷേ പിന്നീട് വന്നപ്പോൾ കാര്യം മനസ്സിലായി. പിന്നെ ഒരു 3-4 ധ്യാനമൊക്കെ കഴിഞ്ഞപ്പോൾ ആരാധന തുടങ്ങിയാൽ ഞാൻ കണ്ണടച്ചാൽ ആരാധന കഴിയുമ്പോഴേ എൻ്റെ കണ്ണ് തുറക്കത്തുള്ളൂ. കാരണം പുറത്തുള്ള കാര്യങ്ങൾ എനിക്ക് കാണേണ്ട ആവശ്യമില്ല. അവൻ കണ്ണടക്കുകയോ ആരാധിക്കുകയോ എന്ത് വേണമെങ്കിലും ആവട്ടെ, ആവശ്യം എൻ്റെയാ. ദൈവത്തെ പ്രാപിക്കണം, ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം എന്നുള്ളത് ആവശ്യം എൻ്റെയാ. ദൈവരാജ്യത്തിൽ എത്തണം എന്നുള്ള എൻ്റെ ആവശ്യമോ, എൻ്റെ ഭാര്യ പോയ എൻ്റെ കൊച്ചു, ഇതൊന്നുമല്ല. ഞാൻ ദൈവവുമായി ബന്ധമുണ്ടോ, ദൈവസ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വേണം. ഇവിടെ AC ആണല്ലേ, കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് തണുപ്പാവും. അപ്പോൾ പറയും AC ഓഫ് ചെയ്യാൻ പറയും. കാരണം എന്നാ, ആ തണുപ്പ് നമ്മുടെ കാലിൻ്റെ അടിയിൽ കൂടെ തുടങ്ങി ഓരോ സ്ഥലത്തേക്ക് ഈ അരിച്ചങ്ങട് കയറി തുടങ്ങുമ്പോൾ ഇത് അനുഭവിക്കുകയാണ് നമ്മൾ. കർത്താവ് പറഞ്ഞ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശും. അതെവിടേക്ക് വരുന്നു, എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു ഒന്നും അറിയത്തില്ല. ഞാൻ സ്വയം പ്രാപിക്കണം ഈ എണ്ണ. കർത്താവ് വരണ നേരത്ത് വന്നു, കാഹളം കേട്ടു, എല്ലാം പറഞ്ഞു. ആ നേരത്ത് പ്രാപിക്കാൻ നോക്കിയാൽ കിട്ടുമോ? ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു മാസം ഇവിടെ പ്രാർത്ഥന ഉണ്ടായില്ല എന്ന് നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ തടസ്സമായിരിക്കാം, പ്രാർത്ഥന ഉണ്ടായില്ല. അമ്മമാർ വന്നില്ല, ബ്രദേഴ്സ് വരുന്നില്ല, യേശുഷൻ ടീമുകൾ ചതിച്ചു, അവർ വരുന്നില്ല. ആർക്കാ പ്രശ്നം? ഞങ്ങളില്ല, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പേഴ്സണലി പ്രെയർ ചെയ്യുന്നില്ല, ദൈവവചനം ഞങ്ങൾ വായിക്കുന്നില്ല, കേൾക്കുന്നില്ല. പ്രശ്നമാർക്കാ? നമുക്ക് തന്നെയാണ് പ്രോബ്ലം. ഞാൻ പറയുന്നത് ഏത് തലത്തിലായാലും പരിശുദ്ധാത്മാവിനെ നമ്മൾ തന്നെ സ്വീകരിക്കണം. നമ്മൾ അതിന് ഒരുക്കപ്പെടണം. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ എപ്പോഴും, അത് എപ്പോൾ മണവാളം വരുമെന്ന് നമുക്കറിയത്തില്ല. ഏത് നിമിഷം വേണമെങ്കിലും വരാം. മണവാളം വരുമ്പോൾ കയ്യിൽ വിളക്കുണ്ടാകാം, കാഹളം നമ്മൾ കേൾക്കും, നമ്മൾ ഈ പറയുന്ന കയ്യിൽ ബൈബിൾ ഇതൊക്കെ ഉണ്ടാകാം, സുവിശേഷമൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ എണ്ണയില്ലാത്തവനാണെങ്കിൽ അവൻ ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ എണ്ണ ഉണ്ടായിരിക്കണം. ഈ എണ്ണയൊട്ട് കച്ചവടക്കാരനെ ഇത് വാങ്ങാന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ റേഷൻ കടയിൽ റേഷൻ കാർഡ് കൊടുത്ത് കൊടുത്താലൊന്നും കിട്ടുന്നൊരു സാധനമല്ല. ദൈവത്തിൽ നിന്നും പ്രാപിച്ചേ മതിയാകൂ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചേ മതിയാകൂ. അങ്ങനെ സ്വീകരിക്കാത്ത ഒരുവനും അകത്ത് പ്രവേശിക്കത്തില്ല. അകത്ത് പ്രവേശിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ പ്രാപിച്ച് പോയി മുട്ടിയാലും, എണ്ണ കിട്ടിയിട്ട് പോയി വാതിലിൽ പോയി മുട്ടിയാലും അതടഞ്ഞു, വാതിലടഞ്ഞു, അടഞ്ഞത് തന്നെ, പിന്നെ അത് തുറക്കാനും പോകുന്നില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം, ഇത് മനസ്സിലാക്കണം. വേറൊരു വ്യക്തിയുമല്ല, ഒരു നേതാവുമല്ല, നമ്മളുടെ ഞാനോ ഒന്നുമല്ല. നിങ്ങളുടെ ക്യൂവിൽ ഞാനും ഉണ്ടാവും, കൃപയാൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നാളെ നശിച്ചു പോകുമോ, തകർന്നു, ഒന്നും അറിയത്തില്ല. പക്ഷേ ഈ ദൈവവചനം കേട്ടതനുസരിച്ച് പ്രവർത്തിച്ചാൽ ആ ക്യൂവിൽ നമ്മളെല്ലാം ഒരുപോലെ കയറും. അല്ലേ കർത്താവ് തള്ളി പുറത്തിടും. അവൻ എത്ര ശ്രേഷ്ഠൻ, എത്ര അത്ഭുതം പ്രവർത്തിച്ചു, എത്ര രോഗസൗഖ്യം കൊടുത്തു, ഇതൊന്നും ദൈവത്തിന് യാതൊരു വിധ പ്രശ്നമില്ല. കർത്താവ് എന്നെ പറഞ്ഞാൽ നീ വിവേകമില്ലാത്തവനാണ്, നിന്റെ വീഴ്ച വലുതായിരിക്കും, നിന്റെ തകർച്ച വലുതായിരിക്കും, ഒരിക്കലും നിനക്ക് അതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല. നമ്മൾ ക്രിസ്തുവിനെ നോക്കി പോകുന്നവരാകണം. യഥാർത്ഥത്തിൽ ദൈവത്തെയാണ് നമ്മൾ നോക്കണ്ടേ, പരിശുദ്ധാത്മാവിനാണ് നമ്മൾ സ്വീകരിക്കണ്ടേ. ആത്മാവിൽ നമ്മൾ ബലപ്പെട്ടുകൊണ്ടേയിരിക്കണം, അനുദിനം നമ്മൾ ശക്തി പ്രാപിക്കണം എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ പറയുന്ന 10 കന്യകമാരും ഒരുപോലെ ചിന്തിച്ചിരുന്നത്, മണവാളം വരും, ഞങ്ങൾ ഒരുക്കമുള്ളവരാണ്, എൻ്റെ കയ്യിലും എണ്ണയുണ്ട്, എൻ്റെ കയ്യിലും വിളക്കുണ്ട്, കാഹളം കേൾക്കും, മണവാളം വരുമ്പോൾ അറിയും, ഇതെല്ലാം അറിയും. ഇനി ഉറക്കത്തിൻ്റെ കാര്യത്തിലും 10 പേര് ഒരുപോലെ ഉറങ്ങി. 5 പേരാണ് ഉറങ്ങിയത് ആണോ? 10 പേര് ഒരുപോലെ ഉറങ്ങി, ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. വിവേകം ഉള്ളവനും ഉറങ്ങി, വിവേകം ഇല്ലാത്തവനും ഉറങ്ങി. നമ്മളും ഉറങ്ങും അല്ലേ? വചനം കേൾക്കുമ്പോൾ നമ്മളിരുന്ന് ഉറങ്ങാറില്ലേ? ക്ഷീണം ഉണ്ടെങ്കിൽ സ്വഭാവമായിട്ട് ഉറങ്ങും, ഞാനോട് പറയണമെങ്കിൽ പ്രത്യേകമായിട്ട് ഉറങ്ങും.
ഉറങ്ങിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഉറങ്ങാത്ത നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരെങ്കിലും ഉറങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കും ഉണ്ട് ഒരു ആത്മീയ ഉറക്കം. വചനം കേട്ടു, ആത്മാവ് പ്രാപിച്ചു, പക്ഷെ എപ്പോഴും ഈ ഉണർന്നിരിക്കാൻ നമുക്കും പറ്റുന്നില്ല. കർത്താവ് ചോദിക്കുന്നത് 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ? 1 മണിക്കൂർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? നമ്മൾ 1 മണിക്കൂർ ദൈവസന്നിധിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഇനി കൈ വക്കീലിനും വേണ്ടിയാണ്, നമ്മൾ നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുക. താത്താൻ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നമ്മളെ നശിപ്പിക്കുക, കൊല്ലുക, മോഷ്ടിക്കുക, നശിപ്പിക്കുക. കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ് അവൻ വന്നിരിക്കുന്നത്. നമ്മളെ 2000 വിലയുള്ള ചുരിദാറാണ് അവൻ മോഷ്ടിച്ചുകൊണ്ട് പോണേ? ആണോ? സ്വർണം കെട്ടിച്ച പല്ലാണോ അവൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്? അവനിതൊന്നും വേണ്ട, കാറും വേണ്ട, അവനിതൊന്നും വേണ്ട. അവന് വേണ്ടത് ഉള്ളിലാണ് ആത്മാവ്. ദൈവത്താൽ നിക്ഷേപിക്കപ്പെട്ട ഈ മൺകൂടാരത്തിൽ നിക്ഷേപിക്കപ്പെട്ട ആത്മാവിനെ മാത്രമേ അവൻ കൊല്ലുന്നുള്ളൂ, അതിനെ മാത്രമേ അവൻ മോഷ്ടിക്കുന്നുള്ളൂ, അതിനെ മാത്രമേ അവൻ നശിപ്പിക്കുന്നുള്ളൂ, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതിരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. ഇൻഡിവിജ്വലി, പേഴ്സണലി, എൻ്റെ പോലെ തന്നെ ഓരോരുത്തർക്കും ഈ ഉത്തരവാദിത്തമുണ്ട്. ഓരോ വ്യക്തികൾക്കും ഈ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഞാൻ നശിക്കാതിരിക്കാൻ, കൃപയാൽ മുന്നോട്ട് പോകാൻ അതെൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ ഞാൻ പരാജയപ്പെട്ടാൽ ദൈവരാജ്യം എനിക്ക് നഷ്ടപ്പെടും. അതിൽ ഞാൻ വിജയിച്ചാൽ ദൈവരാജ്യം ഞാൻ പ്രാപിക്കും. ഈ ഒരു ചിന്ത നമുക്കുണ്ടാകണം.